ഭരതം എനിക്ക് എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ എന്ന പടമാണ്. ഇപ്പോഴാണ് എനിക്കത് അനുഭവമായിട്ട് തോന്നുന്നത്, അപ്പോഴല്ല. ഒരേ സമയത്ത് ഞാൻ ഭരതം, ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി, മറ്റേ അപ്പം നമ്മൾ അവിടുന്ന് മഞ്ചേരി പോയത് എൻ്റെ പൊന്നു തമ്പുരാൻ, പിന്നെ ഇൻസ്പെക്ടർ ബൽറാം കണ്ണൂരിൽ ബഷീർക്കയുടെ പടം ഷട്ടിലാണ്. അപ്പം സിബിച്ചേട്ടന് ഇൻസ്പെക്ടർ ബൽറാം അറിയാം, ഭരതവും ഉണ്ട്. അപ്പം ശശിയേട്ടനും സിബിച്ചേട്ടനും സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്, കുഴപ്പമില്ല. ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി അവിടെ തന്നെ വെച്ച്, നിർബന്ധമായിട്ട് ഷൂട്ടിങ് വെച്ച് അവിടെ തന്നെ വെച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഓടാൻ പറ്റത്തില്ല, കാരണം അബുക്ക് കുറേ നാളിന് ശേഷം ഒരു പടം ചെയ്യും, അബുക്കയുടെ പടം കൊടുത്തുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ജീവിതത്തിൽ അപൂർവം ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം റെഡിയായി പുറത്ത് വന്നപ്പോൾ കേൾക്കുന്ന ലാലേട്ടൻ താഴെ ഇറങ്ങി വന്നു മഹാറാണി ഹോട്ടലിൽ. ഋഷി ഞാനും കൊണ്ട് KPSL എഴുതി ചേച്ചി, രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങിന് ഇറങ്ങുക. ഡയറക്ടർ പത്മരാജൻ, പപ്പേട്ടൻ പോയി, അവിടെ ഒരു ഹോട്ടലിലാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം എന്തോ പോലെ വല്ലാതായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പോൾ ഒരു ഈ അസ്വാഭാവിക മരണമായതുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി ആ പൊസിഷനിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലേ പപ്പങ്കളെന്ന് വിളിച്ചിരുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ സീനിയറായിരുന്നു ആകാശവാണിയിൽ. അതെന്തോ വല്ലാത്തൊരു കാഴ്ചയായി. അത് കഴിഞ്ഞ് അണിയറയിൽ ഒരു കഥ മുഴുവൻ മാറി, തിരക്കഥ മുഴുവൻ മാറി. പിറ്റേന്ന് രാവിലെ മുതൽ പുതിയൊരു കഥ ഉണ്ടാവുകയാണെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നില്ല. സിബിച്ചേട്ടൻ പറഞ്ഞു ഉർവശി പൊക്കോളൂ, അവിടെ പോയി കണ്ണൂർ പോയി വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം, എന്തൊരു ഉദാര മനസ്സുള്ളൊരു ഡയറക്ടർ. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മ സിബിച്ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇതൊന്നും എന്നോട് പറയുന്നല്ലോ, അതിനുള്ള പ്രായമോ അനുഭവം ഒന്നുമില്ല, എന്നെ കണക്കാക്കുകയും വേണ്ട. നേരെ ഞാൻ പോയി സമാധാനമായിട്ട് വർക്ക് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വരുമ്പോൾ Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.